ഹായ് ഹലോ വെൽക്കം ടു ഗെറ്റ് റെഡി വിത്ത് മീ പാർട്ടി വ്ളോഗ്. ഇന്ന് എനിക്കൊരു പാർട്ടി ഉണ്ട്. അപ്പം ഡ്രസ്സ് നിങ്ങൾ ഇതിനു മുമ്പേ കണ്ടിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ്. ഒരു സ്ലീവ്ലെസ് ഫ്രോക്കാണ് മുട്ട് വരെയുള്ള. അത് ഓൾറെഡി നിങ്ങൾ കണ്ടതാണ്. ഞാൻ ജസ്റ്റ് അലോവേറ ജെല്ലൊന്ന് അപ്ലൈ ചെയ്യുന്നു. ഒരു മോയ്സ്ചറൈസിങ് ക്രീമിനെക്കാട്ടി എഫക്റ്റ് അത് തരുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ വൈകിട്ടാണ് ഈ പാർട്ടി, അതുകൊണ്ട് പിന്നെ എനിക്ക് സൺസ്ക്രീനിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. ഒരു 4-5 ശേഷമാണ് ഞാൻ പോകുന്നത്. അതും കാറിലായിരിക്കും ഞാൻ പോകുന്നത്. അപ്പം പിന്നെ സൺസ്ക്രീനിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. സോ ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു. അടുത്ത് ഞാനിനി എന്ത് ചെയ്യും, ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യും. ഞാൻ അലോവേറ ജെല്ലിൻ്റെ ഒരാളെ ഇതിടുമ്പോൾ ഒരു വല്ലാത്തൊരു സുഖമാണ്. അല്ലെങ്കിൽ ഇട്ട് തരുമ്പോഴേ നമ്മൾ പാർലറിലൊക്കെ പോകുമ്പോൾ ആസ്ട്രിഞ്ചൻ്റ് അങ്ങനത്തെ സാധനങ്ങൾ കിട്ടുമ്പോൾ വല്ലാത്തൊരു സുഖമാണ്. ഇത് കയറി പിടിക്കുമ്പോഴേ ഈ ഒരു ജെല്ലിൻ്റെ ആ ഒരു എഫക്റ്റ്, ഐ ലവ് ദാറ്റ് എഫക്റ്റ്. ഇനി കയ്യിലും കൂടി ഒന്ന് ഇട്ടോട്ടെ. ഹലോ, എൻ്റെ സ്പെഷ്യൽ ട്രേഡ് മാർക്ക് ജെൽ, അത് ഞാൻ എന്ത് ചെയ്യുന്നു, കയ്യിലൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താ ഒരു സുഖമെന്നറിയാം ഈ ജെല്ലിടുമ്പോൾ. ഒരു തണുപ്പും കാര്യങ്ങളുമാണ്, നല്ല ഭംഗിയുണ്ട്. ഇനി ഞാൻ അടുത്ത സാധനം കാണിച്ചു തരാം. അടുത്ത് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീൽ എന്തോന്നാണ് ഇടുന്നതെന്നുള്ള കാണിച്ചു തരാം. അങ്ങനെ ഞാൻ എല്ലാവരും ഒരു മോയ്സ്ചറൈസിങ് ക്രീം സെറ്റ് ചെയ്യും. ഇതിന് മുമ്പുള്ള ആദ്യത്തെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ക്രീമാണ് യൂസ് ചെയ്തത്. ഇത്തവണ ഞാനൊരു മോയ്സ്ചറൈസിങ് ജെല്ല് യൂസ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പം ഞാൻ വൈകിട്ട് ഇവൻറ്റിന് പോകുന്നത് ഒരു പെട്ടെന്ന് കിട്ടിയ ഒരു ഇൻവിറ്റേഷനാണ്. ഒരു നമുക്കറിയാവുന്നൊരു നെയ്ബറിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡ്രസ്സൊന്നും പെട്ടെന്ന് സെറ്റ് ചെയ്തില്ല. ഓണത്തിൻ്റെ തിരക്കാണ്, അതിൻ്റെ ഷൂട്ട്സ് ആ കാര്യങ്ങളിലൊക്കെ ഫോട്ടോഷൂട്ടിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു. ആ ഡ്രസ്സ് പർച്ചേസിങ്ങൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അടുത്തിൻ്റെ ഒരു പർച്ചേസ് ബ്ലോഗുണ്ട്. അപ്പോൾ തൽക്കാലം കയ്യിലുള്ള ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഈ സ്ലീവ്ലെസ് ഫ്രോക്ക്. എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം. ഞാൻ എപ്പോൾ എടുത്ത ഡ്രസ്സാണെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നു. ഞാൻ ബ്രഷ് യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് ഇങ്ങനെ പാച്ച് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഈവൻലി സ്പ്രെഡ് ചെയ്യും. ബ്രഷ് യൂസ് ചെയ്യേണ്ടവർക്ക് ബ്രഷ് യൂസ് ചെയ്യാം. കാതൊന്നും വിട്ടു പോകരുത്. കാരണം അല്ലെങ്കിൽ ഇവിടെ ഇട്ടിട്ട് നമ്മൾ ഇവിടെ പിന്നെ നൈറ്റിൽ ഒരു ഇവൻ്റ് ആണല്ലോ വൈകുന്നേരത്ത്. അപ്പോൾ അത്യാവശ്യം കുറച്ചൊരു കുട്ടി വർക്കൊക്കെ ഇടാം. ഡേ ആണെങ്കിൽ കുറച്ചൊന്ന് ചെറുതായിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും അതിൻ്റെ വൃത്തി. ഡേ ടൈമിൽ പോകുന്ന മാരേജ് ഫങ്ഷൻ അങ്ങനെയൊക്കെ. ഇനി ഇത് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അതായത് ഞാൻ ഈവൻലി ആയിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ബ്രഷൊക്കെ നമുക്ക് എന്നാണല്ലേ വന്നത്. എനിക്ക് ബ്രഷ് ഇഷ്ടമല്ല. കുറേ കഴിയുമ്പോൾ ബ്രഷ് ഡാമേജ് അതിൻ്റെ എൻഡൊക്കെ പിന്നെ അങ്ങ് കൈ തന്നെ നമ്മുടെ ബ്രഷ്. പിന്നെ ഞാൻ ചെയ്യുന്ന കൺസീലർ ഇട്ട് നമ്മുടെ ഡാർക്ക് സർക്കിൾ ഏരിയാസ് ഉണ്ടല്ലോ അതൊന്ന് ടച്ച് ചെയ്ത് വിടുക. ജസ്റ്റ് നമ്മൾ ഇതും ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുക, അല്ലെങ്കിൽ കൈ കൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇത് ടാപ്പ് ചെയ്ത് വിട്ടാൽ മതി. അതുമായിട്ടൊന്ന് ബ്ലെൻഡ് ആക്കുക. അതുപോലെ ഇപ്പുറത്തെ സൈഡും കുറച്ച് ടൈം ക്ഷമ വേണം, അല്ലെങ്കിൽ അവിടെ എവിടെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നതായിട്ട് കാണും. നല്ല രീതിയിൽ നമ്മൾ അതുമായിട്ട് മാച്ച് ആക്കണം ഫൗണ്ടേഷനുമായി. അത് ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെറുപ്പിക്കുന്നില്ല, അടുത്തത് കാണിക്കാം. ഇനി അടുത്ത് എൻ്റെ ഷുഗർ ബ്രാൻഡിൻ്റെ കാജൽ അപ്ലൈ ചെയ്യുക. ജെല്ലാണ്. കഴിഞ്ഞ തവണ ഞാൻ ഇത് വെച്ച് കാണിച്ചിട്ടുണ്ട്. ജെല്ല് ഒരു ബ്രഷും ഉണ്ട്. ഇതൊരു സ്മഡ്ജ് വരാനുള്ള ചാൻസ് കുറച്ച് കുറവാണ്. ചില പ്രോഡക്ട്സിൽ വരും. അത്യാവശ്യം ഡാർക്കുമാണ്. ആ കണ്ണിലെ പണി കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഡിയേഴ്സ്? കണ്ടോ, നല്ല ഡാർക്കാണ്. നിങ്ങൾക്ക് ദൂരെ നിന്ന് കാണാം. അതിനകത്ത് സാധാരണ കാജലാവുമ്പോൾ അത് കുറച്ച് ബ്രാൻഡഡ് ആണ്, ഷുഗറിൻ്റെ കമ്പനി. മറ്റേതാകുമ്പോൾ സ്മഡ്ജും ആകും. നമ്മൾ എഴുതുന്നത് തന്നെ ഇതിപ്പോൾ ഒരുപാട് നമ്മളിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഞാനെല്ലാം പെട്ടെന്നാണ് ചെയ്യുന്നത്. പിന്നെ ഇനി നമ്മുടെ ഐലൈനറും ഞാൻ ഷുഗറിൻ്റെ ഗ്ലോസ് ബോസ് 24 hour ബാക്ക് ഇൻ ബ്ലാക്ക് ഐലൈനറാണ് യൂസ്. ഇത് ഞാൻ ഇതിപ്പോൾ കാണിച്ചിട്ടുണ്ട്, ഈ പ്രോഡക്ട്സിൻ്റെ ഒരു സംഭവം. ഇത് വെച്ചിട്ട് ഐലൈനർ എഴുതാം. ഐലൈനർ കണ്ണാടി ഉണ്ടെങ്കിലാണ് സെറ്റ് ആവുന്നത്. നോക്കാം. ഓക്കെ, ഇത് നല്ല ഡാർക്കാണ്. നമ്മൾ മറ്റ് ഐലൻസ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ പുറത്തേക്ക് കൂടി ഇട്ട് കൂടുതൽ അപ്ലൈ ചെയ്യണ്ട.
മൊത്തം ഞാനിങ്ങനെ അപ്ലൈ ചെയ്തു. പിന്നെ ഞാൻ ലാസ്റ്റിലൊന്ന് മിറർ വെച്ചൊന്ന് ടച്ച് ചെയ്യും എവിടെ ഇങ്ങനെ ഒരു, കാരണം മിറർ വെച്ച് ചെയ്യുന്ന സാറ്റിസ്ഫാക്ഷൻ ഫോണിൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ കിട്ടില്ല. ഒരു ലൈൻ വരയ്ക്കേണ്ട ആവശ്യമുള്ളൂ. തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. ഞാൻ ഫൈനൽ ലുക്കിൽ ഞാൻ കണ്ണാടി പോയി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാണിക്കുക. പൊട്ട് വയ്ക്കണം. അതിനു മുമ്പ് എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. ഞാനിപ്പോൾ ഒരു മോഡലിന് പുറമെ ഒരു എൻ്റർപ്രീനറും കൂടെയാണ്. അതായത് എനിക്ക് എൻ്റേതായ ഒരു ബിസിനസ് പേജുണ്ട്. എല്ലാവരും ഇത് ഫോളോ ചെയ്യണം. സിന്ധുജ സാരി കം ഫാൻസി സ്റ്റുഡിയോ എന്നാണ് ഇൻസ്റ്റയിൽ അതിൻ്റെ ID. യൂട്യൂബിൽ സെപ്പറേറ്റ് പേജ് ഇല്ല. ഞാൻ ഇതിനകത്ത് തന്നെ ഷോർട്സ് ആയിട്ട് ഇടും. അപ്പോൾ ഇത് എൻ്റെ ഒരു ഷൈനി ചോക്കർ ഇയറിങ്സ് സെറ്റാണ്, ഒരു ഫാൻസി സെറ്റാണ്. ഇതിൻ്റെ കോസ്റ്റ് 200 റുപ്പീസാണ്. അപ്പോൾ അത് ഒട്ടും നഷ്ടമല്ല. ഈ ഷൈനി ചോക്കർ ചെയിനും, ചോക്കർ നിങ്ങൾക്കറിയാമല്ലോ ലേഡീസിന് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റമാണ്. പിന്നെ ഇയറിങ്സ്, അതായത് ഇയറിങ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്താണ് നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഫാൻസി സ്റ്റുഡിയോ ഓൺലൈൻ ഔട്ട്ലെറ്റിൽ ഞാൻ എന്ത് ചെയ്യുന്നത് 200 റുപ്പീസിന് തരുന്നത്. തൽക്കാലം വെബ്സൈറ്റ്സ് ഒന്നുമില്ല. ഇതിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക. അതിൽ കിഡുമായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ലേഡീസിന് വേണ്ടിയുള്ളതാണ് ആ പേജ്. സാരീസ് ഉണ്ട്, പ്രാക്ടീസ് സാരി ഉണ്ട്, ഭരതനാട്യം കുച്ചിപ്പുടിയുടെ, പിന്നെ ഈ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അത് കുറച്ച് ഞാനിപ്പോൾ ഒരു മാസമായി ലോഞ്ച് ചെയ്തിട്ട്. അപ്പോൾ ഇത് പുതിയതായിട്ട് വന്നൊരു സംഭവമാണ്. ഇത് സ്റ്റോക്സ് കുറച്ചേ ഉള്ളൂ. അപ്പോൾ വേണമെന്നുള്ളവർ ഇത് ഓർഡർ ചെയ്യുക. ഞാനിനി ഇതിട്ട് കാണിച്ചില്ല അതിൻ്റെ ഭംഗി. ഓക്കെ, എൻ്റെ അതിൻ്റെ പ്രോഡക്റ്റ് ഞാൻ തന്നെ ഇടുന്നു. ഇട്ടില്ല, ചെയിൻ്റെ ഭംഗി കണ്ടോ, ബ്യൂട്ടിഫുൾ. കഴുത്തിലും കൂടി ഇടുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. പാർട്ടിക്കൊക്കെ അത്യാവശ്യം കിടുവല്ലേ. ഒരു സാധാരണ കുടുംബത്തിലെ ആൾക്കാർക്ക് ഇടാൻ പറ്റി അത്ര പോഷും കാശും അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് പറ്റിയ ഞാൻ ഇട്ട് കാണിച്ചില്ല അതിൻ്റെ ഭംഗി. വെയിറ്റ് ചെയ്യും, ജസ്റ്റ് വെയിറ്റ്. എങ്ങനെ ഉണ്ട് ഡിയർ സിന്ധുജ സാരി കം ഫാൻസി സ്റ്റുഡിയോയുടെ ലോഞ്ച്ഡ് പ്രോഡക്റ്റ് ചോക്കർ, ഷൈനി ചോക്കർ ആൻഡ് ഇയറിംഗ് സെറ്റ്. ഇയറിംഗ് ഞാൻ ഇട്ടില്ല, ഇട്ടിട്ട് കാണിച്ചിടാൻ ഭംഗിയല്ലേ, നോക്കിക്കേ. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇടാം. സെറ്റാണ് ലുക്ക്, ഇത് നോക്കിക്കോ. ഓൺട്രപ്രണർ അല്ലെങ്കിൽ എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു കുഞ്ഞു ബിസിനസ്സുകാരി, മോഡലാണ്, ഡാൻസറാണ്. 2 ഇയേഴ്സിനുള്ളിൽ ഒരു ഭരതനാട്യം കുച്ചിപ്പുടി ഡാൻസർ ആവും. ഇപ്പോൾ കോഴ്സ് അപ്ഡേഷനും കാര്യങ്ങളും നടക്കുവാണ്. അല്ലാതെ ഇപ്പോൾ ഒരു സിനിമാറ്റിക് ഡാൻസർ നിൽക്കുക. അറിയാമല്ലോ എൻ്റെ പ്രൊഫൈൽ ഇൻസ്റ്റാ ഫോളോ ചെയ്യുന്നവർക്ക്. ഡെയിലി ഡാൻസ് റീൽസാണ് വരുന്നത്. പിന്നെ നോക്കിയത് ആ കമ്മൽ, അതിൻ്റെ കൂട്ടത്ത് ഞാൻ ഒരു ബിസിനസ്സുകാരിയാണല്ലോ, ഓൺട്രപ്രണർ, സാരിയുടെയും ഫാൻസിയുടെയും. നോക്കിയോ അതിൻ്റെ സ്റ്റഡ് ഞാൻ ഇടുവാണ്. അതിൻ്റെ ഭംഗി നോക്കിക്കോ. ഇപ്പുറത്തതും കൂടെ ഇടട്ടെ, ഇപ്പുറത്തതും കൂടെ. ഓക്കെ, കൊള്ളാവും, കിടുവല്ലേ. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, 200 റുപ്പീസേ ഉള്ളൂ ഈ സാധനത്തിന്. കറക്റ്റായിട്ട് വേണമെന്നുള്ളൊരു ഓർഡർ ചെയ്ത് എൻ്റെ ലുക്ക് ഞാനിത് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇപ്പം സെറ്റല്ലേ. ഞാൻ ഈ ഷൈനി ചോക്കറും പിന്നെ ഇയറിങ്സും ലുക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഈ പ്രൈസ് എന്തോന്നാണ് ടൂ മച്ച് ആണെന്ന് നമുക്ക് തോന്നുകയില്ല. കാരണം ഇതൊരു സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ തുടങ്ങിയിരിക്കുന്ന പേജാണ്, മനസ്സിലായി. അതിനകത്ത് എല്ലാം നിങ്ങൾക്ക് പേജ് കയറി നോക്കുക. അതിൻ്റെ ഏറ്റവും വലിയ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രോഡക്ട്സും, സാരിയും ഫാൻസി കീച്ചെയിൻ എല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് കിട്ടും. 1000 റുപ്പീസിന് താഴെ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, സെയിൽ ഇടുന്നുള്ളൂ. അങ്ങനത്തെ സാധനങ്ങളെ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ട്രിവാൻഡ്രംകാർക്കാണെങ്കിൽ പെട്ടെന്ന് കൊറിയറിനൊന്നും ആവശ്യമില്ല, ഞാൻ എത്തിക്കാം ഡയറക്റ്റ്. അതല്ലാതെ ഇപ്പം ദൂരെയുള്ളവർക്കാണെങ്കിൽ കൊറിയർ കൂടെ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, സെറ്റ് ആക്കേണ്ടി വരും. അപ്പോൾ സെറ്റ് അല്ലേ, ഭംഗിയുണ്ടോ? ഇതിൻ്റെ ഒരു പ്രോമോ ഞാൻ ഇടാം എൻ്റെ ഒരു ബിസിനസ് സംരംഭത്തിൽ. അത് ഞാൻ ജൂലൈ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇൻസ്റ്റാ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, അല്ലാത്തവർക്ക് ഞാൻ ഇതിലിടാം. ഓക്കെ, നോക്കിക്കോ. ഈ പൊട്ടും എൻ്റെ തന്നെ എന്തോന്നാണ് കളക്ഷൻസ് ആണ് എൻ്റെ ഫാൻസിക്കകത്ത്. ഇത് ഈ ഡ്രസ്സിന് എത്ര മാച്ച് ആവും എന്ന് പറഞ്ഞിട്ടോ, പക്ഷെ കല്ലും ഇച്ചിരി കാണാൻ നല്ല കിടുവായതുകൊണ്ട് ഞാനൊന്ന് വയ്ക്കാമെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല, പക്ഷെ ഇതിൽ ചേരുന്നില്ല എന്ന് തോന്നുന്നില്ല. ഞാൻ മറ്റേ ഇത് തന്നെ വയ്ക്കാം, ആ ഡ്യൂ ഡ്രോപ്പ് ഇല്ലേ, അത് തന്നെ വയ്ക്കാം. ഇത് ഈ ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ചേരുന്നില്ല, ഞാൻ ഡ്യൂ ഡ്രോപ്പ് തന്നെ വയ്ക്കാം. വെയിറ്റ്, നമ്മുടെ സാധാരണ ഡ്യൂ ഡ്രോപ്പ് പൊട്ട് ഇഷ്ടമുള്ള ആരൊക്കെ ഉണ്ട് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ കൂടെ സെറ്റാണ്. മറ്റത് വെച്ചിട്ട് ഇതുപോലെ സാരിയുടെ കൂടത്തൊക്കെ അത് സൂട്ടാണ്. സെറ്റല്ലേ ഇപ്പം ഞാൻ. ഇനി ഞാൻ ഐബ്രോസ് ഒന്ന് ഡ്രോ ചെയ്യും. ലിപ്പ്
ലിപ്പ് ഞാൻ യൂസ് ചെയ്യുന്ന നോൺ ട്രാൻസ്ഫർ ബ്ലൂ ഹെവൻ്റെ ഒരു മാറ്റ് ലിപ്പ് കളറാണ്. സാധാരണ ഞാൻ ഡാർക്കാണ് യൂസ് ചെയ്യാറ്, അറിയാമല്ലോ. പക്ഷേ ഇന്ന് ഞാൻ കോഡ് നമ്പർ 404 ബ്ലൂ ഹെവൻ്റെ അതാണ്. കാരണം ഈ ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ഇതാണ് കുറച്ചുകൂടി സൂട്ടാവുന്നത്. മെറൂണൊക്കെ വാരി തേക്കുന്നേ കട്ട് ചെയ്യും. മാറ്റാണ് ഇട്ടത്, അറിയില്ല, എന്നാലും കുഴപ്പമില്ല. ഇനി ഞാൻ ഇത് ചെയ്തിട്ട് വരാം. കണ്ണിൻ്റെ ഇനി ഐബ്രോസ്. സെറ്റായോ ഡിയേഴ്സ്? സെറ്റ്. ഇനി നമുക്ക് നെയിൽ പോളിഷ് ഇതാക്കണം. വെയിറ്റ്. ഓക്കെ, നെയിൽ പോളിഷ് നമുക്ക് ഈ കളറാണ് കയ്യിൽ കിടക്കുന്നത്. പണ്ടത്തെ ഒരു ഡ്രസ്സിന് ഞാൻ ഇട്ടതാണ്, മറ്റേ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഇട്ടതാണ് ലാസ്റ്റായിട്ട് സാരിയുടെ കൂട്ടത്ത്. അപ്പോൾ അത് മാറ്റണം, ഇതിനോട് വൃത്തികേടാണ്. അപ്പോൾ അത് ഈ കളർ ഇതിനോട് ഇച്ചിരി റിസംബ്ലൻസ് ഉണ്ട്. പക്കാ കളറാണോ എന്ന് ചോദിച്ചാൽ അല്ല, അതിന് ഞാൻ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈ ലാവൻഡർ ആയിട്ട് സദൃശ്യമുള്ളൊരു കളർ. പക്ഷേ ഇതിടുന്നതിന് മുമ്പ് നമ്മൾ ഇതിനെ മറ്റേ നെയിൽ പോളിഷ് റിമൂവർ വെച്ച് പിടിക്കണം, എന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇത് ഇടാൻ പറ്റുമോ. ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്. എല്ലാം ലേഡീസ് മാറ്റേഴ്സ്. ലേഡീസിന് അറിയാം, ജെൻസിന് ന്യൂ തിങ് ആയിരിക്കും. അവർക്കറിയാം, അവരുടെ കീശയെന്ന് കാശ് ഇവർ ലേഡീസ് മേടിച്ചുകൊണ്ട് പോകുമ്പോൾ അറിയാം ഇതിനൊക്കെയാണെന്ന്. പക്ഷെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതെൻ്റെ ഐഷാഡോ പാലറ്റാണ്. ഞാൻ ഇന്ന് ലോഞ്ച് ചെയ്തതാണ് എൻ്റെ ഇൻസ്റ്റാ ബിസിനസ് പേജിനകത്ത്. 6 കളേഴ്സ് ഉണ്ട്, പിന്നെ ഒരു കുഞ്ഞ് ബ്രഷും ഉണ്ട്. ഓക്കെ, ജസ്റ്റ് എടുക്കുക. ഇതിപ്പോൾ എനിക്ക് ലാവൻഡർ കളറാണ് ഈ ഡ്രസ്സ്. അപ്പോൾ അതെനിക്ക് ഇവിടെ ഉണ്ട്, ഇതാ നോക്കിക്കേ. ഈ കളർ കറക്റ്റ് ആ കളറാണ്. അപ്പോൾ അതിൽ ഞാൻ കുറച്ചെടുത്ത് എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. ഇത് കുറച്ച് വേണമെങ്കിൽ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം, താരത്തായിട്ട്. അത് അവനവൻ്റെ ഇഷ്ടം പോലെ. ഇത് ഇവിടെ അപ്ലൈ ചെയ്യാം. സെറ്റായോ ഡിയേഴ്സ്? ചലോ, സെറ്റായി. വേണമെങ്കിൽ കുറച്ചുകൂടെ അടിക്കുക. അതൊരു ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് കുറേ അടിച്ചാൽ അത് കാണാൻ പറ്റും. മതി. ഭംഗിയുണ്ടോ ഡിയേഴ്സ്? ഇനി നമുക്ക് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാം. നെയിൽ പോളിഷ് റിമൂവർ ഞാൻ ടിഷ്യൂ യൂസ് ചെയ്യുന്നത്. പണ്ട് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു, ഈ നെയിൽ പോളിഷ് പോലൊരു സാധനം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി, കാലത്തിനൊപ്പം മാറുക. അപ്പോൾ ഇത് മൂടി വയ്ക്കുക, അല്ലെങ്കിൽ അത് വേപ്പറൈസായി പോകുന്നതൊക്കെ. ഇത്രയേ ഉള്ളൂ. ടിഷ്യൂ വെച്ചിട്ട് ജസ്റ്റ് നമ്മളൊന്ന് പ്രസ് ചെയ്യുക, അപ്പോൾ അതിങ്ങനെ ഇളകിപ്പോരും. കണ്ടോ, അത് ഇളകി വരുന്നത്. അത്രയേ ഉള്ളൂ. ഇതൊക്കെ ആണുങ്ങൾക്കൊരു കൗതുക കാഴ്ചയായിരിക്കും. പിന്നെ സിസ്റ്റേഴ്സൊക്കെ ഉള്ള ബ്രദേഴ്സ് ആണെങ്കിൽ അവർക്ക് അറിയാം ഈ സാധനം. അല്ലാത്ത അയ്യോപ്രാക്കുകൾക്ക് ഇതിൽ നിന്ന് ഒരു ഗുണം കിട്ടുവാണ്. നിങ്ങൾക്ക് എങ്ങനെ ഇത് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് നെയിൽ പോളിഷ് റിമൂവർ മേടിക്കുന്ന പറയുമ്പോൾ ഇനിയിപ്പോൾ പഴയത് ചേട്ടന്മാർ മേടിച്ചുകൊണ്ട് ചെല്ലരുത്. സൊല്യൂഷൻ മറ്റേ നെയിൽ പോളിഷ് പോലെ അത് ചെയ്താലും പറ്റും. അത് വേണമെങ്കിൽ കോട്ടൺ ഉപയോഗിച്ച് നമ്മൾ ചെയ്യണം. എക്സ്ട്രാ കോട്ടൺ ബഡ് നിങ്ങൾക്കൊരു ചിലവാണ്, അതിനടുത്ത് കിട്ടത്തില്ല. പക്ഷേ ഇതാണെങ്കിൽ കറക്റ്റായിട്ട് ഇതിനകത്ത് ടിഷ്യൂ പോലെ ഇരിക്കുന്നത് കാര്യം നടക്കും. ഒരു ടിഷ്യൂ തന്നെ മതി. നമ്മളിപ്പോൾ അതിന് പറ്റിയെന്ന് പറഞ്ഞ് വേറെ എടുക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, ഒരു ടിഷ്യൂവിൽ തന്നെയാണ് ഞാൻ ഇത്ര എടുത്തത്. ഇനി നോക്കിക്കോ, ആ ഒരു ടിഷ്യൂ വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത്. വലത്തെ കയ്യിലിടുന്നത് നല്ല പ്രാക്ടീസ് അല്ല. ക്യാൻസർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരും. നമ്മൾ ഫുഡിലൊക്കെ അടിക്കാൻ പോകുന്നത് ആ റിസപ്ഷനിൽ പാർട്ടിക്ക്, അപ്പോൾ അവിടെ ഇടണ്ട എന്നാണ്. അല്ലെങ്കിൽ നമ്മൾ സ്പൂൺ യൂസ് ചെയ്യണം. അത് എത്രത്തോളം നല്ല ബിഗ് ബഡ്ജറ്റ് കല്യാണങ്ങൾക്കൊക്കെ സ്പൂൺസ് കിട്ടും. ഇവിടെ സ്പൂൺ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഷുവറില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ നോക്കട്ടെ.
ഇതായി. ഇനി നെയിൽ പോളിഷ് ഇടാം. കുറച്ചും കൂടെ ഉണ്ടല്ലേ. ഇനി നെയിൽ പോളിഷ് ഇടാം. ആ ഒരു ടിഷ്യൂ തന്നെ ഞാൻ ചെയ്തു. ഒന്ന് ഷേക്ക് ചെയ്യുക. നെയിൽ പോളിഷൊക്കെ ഇടുന്ന അറിയാമല്ലോ. ഫിംഗറിൽ ജസ്റ്റ് അപ്ലൈ ചെയ്യുക. ഇനിയിപ്പം നിങ്ങൾക്ക് ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. ഇത് കുറച്ച് പിടിക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സാധനം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇത് പിടിക്കാനിരിക്കുന്നത്. അതുകൊണ്ട് പാർലറിൽ പോകുമ്പോൾ ആ സമയത്ത് അങ്ങ് ചെയ്താൽ അതവരുടെ ഒരാൾ ഇട്ട് തരുന്നുണ്ട്. എന്നാലും നമ്മൾ കുത്തി ഇരിക്കണം. ഒരു ഭാഗമായിട്ടത് ഏകദേശം സെറ്റായി. ആ പരിപാടി അങ്ങ് കഴിഞ്ഞു. നല്ല ക്ഷമ വേണം ഇത് ഇട്ടുകൊണ്ടിരിക്കാൻ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇത് സ്പ്രേ ഇതിങ്ങനെ ഒരുമാതിരി കൊരട് പോലെ ആയിപ്പോവും. എവിടെയെങ്കിലൊക്കെ തട്ടിയാലേ നമ്മളിത് ഉണങ്ങുന്നതിന് മുമ്പ്. ഈ ഒരു കാര്യം മാത്രമാണ് എനിക്ക് ഇഷ്ടമില്ലാതെ തൊഴുകുന്നതിൽ. മീൻസ് ഇടാൻ ഇഷ്ടമാണ്, പക്ഷെ ഇത് ഉണങ്ങാനുള്ള ഒരു ഡ്യൂറേഷൻ വെയിറ്റ് ചെയ്യണ്ടേ. വെപ്രാളം കാണിച്ച ആ സാധനം എവിടെയും തട്ടി. ഹെയർ സ്റ്റൈൽ കുറച്ച് കഴിഞ്ഞ് കാണിക്കാം, അല്ലെങ്കിൽ ഹെയറിലായിപ്പോവും. നെയിൽ പോളിഷ് ഹെയർ പോളിഷായി മാറിപ്പോവും ഡിയേഴ്സ്. അതെനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് കുറച്ച് സമയം ഞാനിതിങ്ങനെ വെച്ചേക്കാം. ഹലോ, കഴിഞ്ഞു. നമ്മളങ്ങനെ വൺ മിഷൻ കംപ്ലീറ്റഡ്. ഇനി ഇത് ഉണങ്ങണം, അല്ലെങ്കിൽ മിഷൻ ഫ്ലോപ്പ് ആവും. ഉണങ്ങിയിട്ടെടുത്ത് ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ കാണാം. വെയിറ്റ്. ഹലോ, അങ്ങനെ എൻ്റെ നെയിൽ പോളിഷൊക്കെ എന്തോന്നാണ് സെറ്റായി. മുടിയുടെ ഉടക്കൊക്കെ പരമാവധി എടുത്തു എന്നാണ് എൻ്റെ ധാരണ. എൻ്റെ മുടിയുടെ ഉടക്കെടുക്കുന്നൊരു ടാസ്ക്കാണ് ഡിയേഴ്സ്. എൻ്റെ മുടി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫോളോവേഴ്സും ഫാൻസും എല്ലാം പറയുന്നത് എൻ്റെ മുടി ഭയങ്കര സെറ്റെന്നാണ്. ശരിയാണ്, സെറ്റൊക്കെ തന്നെയാണ്. പക്ഷെ തെറ്റുമാണ് ഡിയേഴ്സ്. നമ്മൾ എത്ര കെട്ടി വെച്ച് മെയിൻറ്റെയിൻ ചെയ്താലും ഉള്ളിൽ ഉടക്ക് കെട്ടി എൻ്റെ പൊന്നെ, എൻ്റെ പാർലറിലൊക്കെ ഞാൻ വല്ലപ്പോഴും സ്പായ്ക്ക് പോകുമ്പോൾ അവിടുത്തെ സ്റ്റാഫിനടുത്ത് ചോദിച്ചാൽ അറിയാം. നിങ്ങൾ ഈ കാണുന്ന പാവത്താൻ സുന്ദരി മുടിയല്ല അത്. ഇതിങ്ങനെ സുന്ദരിയാക്കി എടുക്കണമെങ്കിൽ ഒരുപാട് പ്രയത്നമുണ്ട് ഡിയേഴ്സ്. ഇപ്പം തന്നെ കണ്ടോ, അകത്ത് ഉടക്കുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അത് അകത്തിൽ നിന്ന് പിടിക്കുന്നതാണ്. അതൊന്ന് ക്ലിയർ ചെയ്യണം. ഞാൻ ഉടക്കൊന്ന് ക്ലിയർ ചെയ്തിട്ട് വരാം. സുന്ദരിയാണോ? വെൽക്കം ബാക്ക്. അങ്ങനെ മുടിയുടെ ഉടക്ക് ഞാൻ ഒരുവിധം എടുത്തു. ഇനി ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ബീഡായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ബീഡ് ഹെയർ സ്റ്റൈലുണ്ട്, എന്തെങ്കിലും അഴിച്ചിടാം. സെറ്റല്ലേ ബീഡ്? ഇതും എൻ്റെ ഇറക്കുമതിയാണ്, ഇത്രയും കളർ ബീഡ്. ഇത് ഞാൻ 20 റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത്. ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, പറയുക. ഇത് ബീഡ്സ് എടുക്കാനറിയാമല്ലോ. ഇങ്ങനെ ജസ്റ്റ് ഞെളിച്ചങ്ങ് എടുത്താൽ മതി. ഞാൻ കാണിച്ചു തരാം. മുടി ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. പുതിയൊരു ലുക്കിൽ അങ്ങ് ഒഴുങ്ങാമെന്ന് വിചാരിച്ചു. നോക്കിക്കോ. ഞാൻ ഈ സൈഡിലേക്കാണ് സാധാരണ കോമ്പ് ചെയ്യാറ്. ഇങ്ങനെയാണ് ചെയ്യാറ്. നമുക്കിപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാം. ഇത് ഓരോന്നും ബാക്കിലേക്ക് വെച്ച് ബീഡ്സ് ആക്കി കൊടുക്കാം. നോക്കിക്കും. ഞാൻ ഇപ്പുറത്തെ സൈഡാണ് സാധാരണ ചെയ്യാറ്. എന്നൊരു വെറൈറ്റിക്കാണ് ഞാൻ. ചിലപ്പോൾ വകുപ്പ് ഞാൻ എടുക്കില്ല. നോക്കിക്കോ നിങ്ങൾ. ജസ്റ്റ് നമ്മളിത് ഒരു സ്റ്റാൻഡ് എടുക്കുക, ഇവിടെ വെച്ച് പിന്ന് ചെയ്യുക. ഇതുണ്ടല്ലോ ഈ സാധനം, ഇതിൻ്റെ ബീഡ്സ് എന്ന് പറയും. മുടി എടുത്തിട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ടാസ്ക്. ഒരു ബീഡ് ഞാൻ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാമെന്ന് അറിഞ്ഞുകൂടാ. അടുത്ത ബീഡ് അടുത്തൊരു സ്ട്രിപ്പ് എടുത്തിട്ട് നിസ്സാര സംഭവമാണ്. അതിനെ കുറച്ച് താരത്തായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുക. ആയല്ലോ. ഇനി അടുത്ത് ഒരു ചെറിയ ലെയർ എടുക്കാവൂ. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉടക്കൊക്കെ എടുത്ത്. കാരണം ഇത് ഈ ബീഡിൻ്റെ സൈസ് ഇത്രയേ ഉള്ളൂ, കണ്ടോ? അപ്പം അതിന് നോക്കൂ, ആ മുടിയിൽ കൊള്ളുന്ന അത്രേ വെക്കാൻ പറ്റും. കുഞ്ഞ് ബീഡാണ് നമ്മുടേത്, കണ്ടോ?
പ്രസ് ചെയ്യുക, കുറച്ച് താത്തി വെക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇത് ഒരു ലെയറിലായി കഴിഞ്ഞാൽ ഒരു ഭംഗി കാണൂല. പിന്നെ നോക്കിക്കോ, നമ്മൾ അടുത്ത ലെയർ എടുക്കുന്നു. മുടി നന്നായിട്ട് ഉടക്കെടുത്തിട്ട് ചെയ്താലേ അതിന് ഭംഗിയുള്ളൂ. ഇനി ഞാൻ എടുത്ത് വേറൊരു കളറ് ഇത് വയ്ക്കാം, പിങ്ക്. അത് ജസ്റ്റ് നമ്മൾ ആ മുടിയിലോട്ടങ്ങ് വയ്ക്കുക. കണ്ടോ, ടക്കെന്നൊരു സൗണ്ട് കേൾക്കും. ഞാൻ വെച്ച് കഴുകും, എന്നിട്ടത് ബാക്കിലേക്ക് വിടുക. അതത്രയായി. ഇനി ഞാനൊരു സംഭവം പറഞ്ഞത്, ഇനി ഒരു ലെയറും കൂടെ വയ്ക്കാം. പക്ഷെ നമ്മൾ തീരെ ലെയറുകൾ വെച്ച് പോയാലേ നമ്മുടെ ഇവിടെ ഇങ്ങനെ കുറച്ച് ഇങ്ങനൊരു ഉന്തിയ നെറ്റിയാണെങ്കിൽ ഇതൊരു പണിയാവും. ഒരു ലെയറും കൂടെ വയ്ക്കാം അത്യാവശ്യം. എന്താ ഈ കളർ ബീഡുകൊണ്ട് ഞങ്ങൾ വെച്ചു. മുടി കംപ്ലീറ്റ് വെക്കാൻ പറ്റത്തില്ല ബിയേഴ്സ്, കാരണം അത് കുഞ്ഞു ബീഡാണ്. ഇനി ഇതെല്ലാം കൂടെ വിട്ട് വരാതിരിക്കണമല്ലോ, നമ്മൾ അങ്ങോട്ട് വെച്ച് പോയ ബീഡ്സ്. ഇനി ഈ നമ്മൾ എടുത്ത ബീഡിൻ്റെ ലെയറുകളുണ്ടല്ലോ, അത് വിട്ടു പോകാതിരിക്കാൻ ഈ തുമ്പി ക്ലിപ്പ്, ഇത് എൻ്റെ ഇറക്കുമതിയാണ്. ഇതിന് 65 രൂപയേ ഉള്ളൂ. കിടുവല്ലേ, അത് ബാക്കിലോട്ട് അങ്ങ് വയ്ക്കുക. അതായത് ഇങ്ങനെ എടുത്ത ഒരു ലെയർ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് ബാക്കിലോട്ട് അങ്ങ് വയ്ക്കുക. ജസ്റ്റ് സ്ലൈഡ് അങ്ങോട്ടങ്ങ് കടത്തി വയ്ക്കുക. അത്രേ ഉള്ളൂ. ഞാൻ ബാക്ക് കാണിച്ചു തരാം. പറ്റി എന്നാണ് എൻ്റെ ഒരു ധാരണ. ഞാൻ തന്നെ നോക്കട്ടെ എൻ്റെ വീഡിയോ. അങ്ങനെ നിങ്ങളുടെ ഗോഡസ് എക്കണോമിക്കലായി നമുക്ക് തലയൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് ലെയർ ബീഡിങ് ആക്കി. ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു അപ്പിയറൻസ്. ഞാൻ ബാക്ക് സൈഡ് കാണിച്ചു, ബട്ടർഫ്ലൈ ക്ലിപ്പും കാര്യങ്ങളും. കിടുവാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഞാനൊരു വോക്കും കൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം അങ്ങനെ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് പെർഫ്യൂം, എൻ്റെ ഫാസ്റ്റ് ട്രാക്ക് പെർഫ്യൂം, അതും കൂടെ ചെയ്യാനുണ്ടായിരുന്നു. ബാക്കിയെല്ലാം സെറ്റായി. ജസ്റ്റ് ഒരു വോക്ക് കാണിക്കും. ഹെയർ സ്റ്റൈലുണ്ടോ, ബട്ടർഫ്ലൈ ഉണ്ട്. അപ്പോൾ ഇതോടുകൂടെ ഗെറ്റ് റെഡി വിത്ത് ഗ്ലാമറസ് മിഷൻ സക്സീഡ് എടുക്കും. ഫോട്ടോയും കൂടെ എടുത്ത് എല്ലാവരും എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, അടുത്ത വ്ളോഗ് പോയിട്ട് കാണാം. താങ്ക് യു, ബൈ.